ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി തന്നെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ നമ്മുടെ ഇടയിലൊക്കെ ആളുകളിൽ എല്ലാവരും സാധാരണക്കാരാണ്, എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കുന്നവർ. പക്ഷെ അതിനിടയ്ക്ക് അതില് ആളുകൾ വിശേഷതയുള്ളവരായിട്ട് കാണാൻ പറ്റും, അല്ലെ? നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നല്ല പോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ളവരെ അധ്യാപകർക്ക് അവരോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് എന്തെങ്കിലും ചില കാരണങ്ങളാൽ അധ്യാപകർക്ക് ചിലപ്പോൾ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട്, ആ കുഞ്ഞുങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങളോട് അധ്യാപകർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരെ ആ സ്ഥാപനത്തിന്റെ അധികാരികൾ അവരെ പ്രത്യേകമായി കൺസിഡർ ചെയ്യുകയും പ്രത്യേകമായി സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പ്രത്യേകമായി മറ്റുള്ളവരാൽ പ്രത്യേക പരിഗണന അനുഭവിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലായിടത്തും. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ശാരീരികമായ പ്രയാസമുള്ളവരെ പ്രത്യേകമായി പരിഗണിക്കാറുണ്ട് പൊതുവിൽ സമൂഹം എന്ന്. അത് നമുക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലുള്ളവരെയും നല്ലവരായ മനുഷ്യർ അവരെ പ്രത്യേകമായി പരിഗണിക്കാറുണ്ട്. പ്രത്യേകതകൾ പല കാര്യത്തിൽ ആളുകൾക്ക് പ്രത്യേകതകളുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ആളുകൾ കഴിവുകൾ കൊണ്ട് പ്രത്യേകതയുള്ളവരായി തീരാറുണ്ട്. ഏറ്റവും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് ശ്രേഷ്ഠരായിരിക്കുന്നു, പഠിക്കാൻ ബെസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ ചില കഴിവുകൾ ഉള്ളതുകൊണ്ട്, കലാപരമായും കായികപരമായും കഴിവുകൾ ഉള്ളതുകൊണ്ട് അവർ വിശേഷതയുള്ളവരായി തീരാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ അവിടെ ചില വിഭാഗം, ചില കൂട്ടർക്ക് പ്രത്യേകമായ പരിഗണന ലഭിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവജനം എന്ന് പഴയ നിയമത്തിൽ പറയപ്പെടുന്ന യഹൂദന്മാർ, അവരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി അവർ കണ്ടിരുന്നത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലും അതിന്റെ ആവർത്തന പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിലും അവരുടെ ജീവിതത്തിലെ പ്രത്യേകതയായിട്ട് അവർ കണ്ടിരുന്ന രണ്ട് കാര്യങ്ങളെ അവിടെ നമുക്ക് 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. 8-ാം വാക്യം, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പൊ അവർക്കൊരു വലിയ പ്രത്യേകതയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൗലോസിന്റെ കാലത്ത് പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് എന്താണ് വിശേഷത? റോമാലേഖനം 3-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ അവരുടെ വിശേഷത, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിച്ചു എന്നതാണ് അവരുടെ വിശേഷതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ റോമാലേഖനത്തിന് തന്നെ 9-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ അത് വീണ്ടും എടുത്തു പറയുന്നതായിട്ട് കാണാൻ കഴിയും. ന്യായപ്രമാണം അവർക്കുള്ളത്, പുത്രത്വം അവർക്കുള്ളത്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്. അപ്പൊ അവരുടെ യഹൂദന്മാർക്ക് അതൊരു വളരെ വലിയ പ്രത്യേകതയായിട്ട് അവർ കണ്ടിരുന്നു. എന്നാൽ ഈ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ അവരെ പ്രത്യേകതയുള്ളവരായി നിർത്തിയപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. അപ്പൊ യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെ നീക്കത്തില്ല, നിവർത്തിക്കുവാനാണ്, അത് ചെയ്തു തീർക്കാനായിട്ട് വന്നു. അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അതായത് ഒരു വർഷങ്ങളായിട്ട് ഒരാൾ വീട് പണിയാനായിട്ട് ശ്രമിക്കുന്നു. അത് സാധ്യതയില്ലാത്തത് കൊണ്ട് ഒരാൾ വന്നിട്ട് അതിനെ മുഴുവൻ തട്ടി കളഞ്ഞിട്ട് അതിനെ മുഴുവൻ വെടിപ്പാക്കി ആ സ്ഥലം ശൂന്യമാക്കി വൃത്തിയാക്കി ഇട്ടു എന്ന് പറയുമ്പോൾ ആ പണി വേണ്ടാന്ന് വെച്ചു. പക്ഷെ എന്നാൽ ഒരു വ്യക്തി വന്നിട്ട് പറയില്ല, ഞാനത് പണിത് തീർക്കുക. രണ്ട് രീതിയിൽ അതിനൊരു അന്ത്യഘട്ടത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ യേശുക്രിസ്തു ചെയ്തത് ന്യായപ്രമാണത്തെ നീക്കുകയല്ല, നിവർത്തിച്ചു, ചെയ്തു തീർത്തു. അതാണ് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ കാണുന്നത്. അവനില് അതിനെ പൂർത്തീകരിച്ചു, യേശുക്രിസ്തുവിൽ അത് പൂർത്തീകരിച്ചു. അതുകൊണ്ട് റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. അപ്പൊ ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി. എങ്ങനെയാണ് ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായത്? റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹം കൂട്ടുകാരന് ദോഷം ചെയ്യുന്നില്ല. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയ. സ്നേഹം, ലവ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. അപ്പൊ യേശുക്രിസ്തു വെളിപ്പെട്ട സ്നേഹം, പിതാവിന്റെ സ്നേഹം,
യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം യേശുവിനെ നൽകുവാന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിലൂടെ സംഭവിച്ച കാര്യം എന്താണ്? ന്യായപ്രമാണത്തിന് നിവർത്തി ആ സ്നേഹത്തിലൂടെ വെളിപ്പെട്ടു. ന്യായപ്രമാണത്തിന് നിവൃത്തി വെളിപ്പെട്ടു. ആ സ്നേഹം എന്ന് പറയുന്ന കൽപ്പനയിൽ അവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹത്തെ കുറിച്ച് പറയുക. അങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് 37, 38, 39, 40 വാക്യങ്ങൾ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സിനോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ കർത്താവ് ഈ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനായിട്ടല്ല, നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കുവാൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. അപ്പൊ ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം നമ്മളിവിടെ കാണുന്നു. എവിടെ അടങ്ങിയിരിക്കുന്നു? ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. എന്ത് കൽപ്പനയിലാണ്? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകൾ, കൂട്ടുകാരനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനായിട്ട്. അവിടെ 2 കാര്യം എടുത്തു പറഞ്ഞു: ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ. അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. അതിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. യേശു ഭൂമിയിൽ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കുവാനായിട്ട്. നിവർത്തിക്കപ്പെട്ട പ്രമാണം, അതാണ് സ്നേഹം. അപ്പൊ അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ കാര്യം. ഇതാണ് ഞാൻ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. എന്ത്? സ്നേഹത്തിന്റെ പ്രവൃത്തി നിവൃത്തിയായി. അതിനുശേഷം നമുക്ക് എബ്രായ ലേഖനത്തില് അതിന്റെ 10-ാം അധ്യായത്തില് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, ഇനി ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന പുതിയ ഉടമ്പടിയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതിന്റെ 16-ാം വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ കർത്താവ് പറയുകയാണ്, ന്യായപ്രമാണം ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ മുമ്പ് അവരുടെ ഏറ്റവും വിശേഷമായി അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്: ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തെ കർത്താവോട് പറയുകയാണ്, ഞാനൊരു പുതിയ നിയമം ചെയ്യുകയാണ്. അത് ന്യായപ്രമാണത്തെ കൽപ്പലകയിൽ എഴുതി പഴയ നിയമം സ്ഥാപിച്ചെങ്കിൽ, പുതിയ നിയമം ന്യായപ്രമാണത്തെ ഹൃദയത്തിൽ എഴുതി പുതിയ നിയമം സ്ഥാപിക്കുക. ഈ കൽപ്പലകയിൽ എഴുതിയ പ്രമാണം മരണത്തിന്റെ പ്രമാണം എന്നാണ് പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയ വചനം എന്നത് ആത്മാവിനെ കുറിക്കുന്നതാണ്. ആത്മാവിനെ കുറിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, ഈ കൽപ്പലക പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കൽപ്പലകയെ അവരെന്ത് ചെയ്തു? അവര് സമാഗമന കൂടാരത്തില് 3 സ്ഥലമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ഈ പ്രാകാരം എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും വരുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അവിടെ വരാം. അവിടെ വരികയും യാഗമർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ ആടുകളുടെ കൂട്ട നിലവിളിയുണ്ട്, മനുഷ്യന്റെ ശബ്ദ കോലാഹലങ്ങളുണ്ട്, സൂര്യന്റെ പ്രകാശമുണ്ട്. അവിടെ എല്ലാ നിലയിലും ഒരു പൊതുസ്ഥലത്തിന് സമമായി നിൽക്കുന്നതാണ് പ്രാകാരം എന്ന് പറയുന്നത്. അവിടെ യാഗങ്ങൾ തുടർമാനമായി നടക്കുന്നു, ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുന്നു. അവിടെ തൊട്ടിയിൽ അവരുടെ കൈകാലുകൾ ശുദ്ധീകരിക്കുന്നു, അതുപോലെ യാഗവസ്തുവിനെയൊക്കെ കഴുകുന്നു. ഇതെല്ലാം അവിടെ ഈ പ്രാകാരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ 3 ഘടകങ്ങളാണുള്ളത്. 1 വിളക്ക്, 2 കാഴ്ചയപ്പത്തിന്റെ മേശ, 3 ധൂപപീഠം.
അപ്പൊ ഇത് മൂന്നും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അവിടെ പുക, അവിടെ ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന പുക ആ വിശുദ്ധ സ്ഥലത്തെ മുഴുവൻ നിറച്ചിരിക്കുമ്പോൾ, അതുപോലെ തന്നെ അവിടെ പ്രകാശിക്കുന്ന വിളക്ക് ആ വിശുദ്ധ സ്ഥലത്തെ മുഴുവൻ പ്രകാശിതമാക്കി നിർത്തും. ഇത് രണ്ടും അവിടെ പ്രകാശിതമാക്കി നിർത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അപ്പത്തിന്റെ, കാഴ്ചയപ്പത്തിന്റെ മേശ, 6 അപ്പങ്ങൾ അടങ്ങുന്ന, 12 അപ്പം അടങ്ങുന്ന അപ്പം അവിടെ വെക്കുകയും അത് പുളിപ്പില്ലാത്ത അപ്പോൾ വെക്കും. അത് ആഴ്ചയിൽ ഒരിക്കൽ അത് എടുത്തു മാറ്റുകയും ചെയ്യുന്നതായ വ്യവസ്ഥ. അപ്പോൾ അതവിടെ അവർ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് മൂന്നും എന്താണ്? അവിടെ 3 കാര്യങ്ങളും മനുഷ്യനിർമ്മിതമാണ്. അപ്പം മനുഷ്യനിർമ്മിതമാണ്, അവിടുത്തെ വിളക്ക് മനുഷ്യനിർമ്മിതമാണ്, അവിടുത്തെ ധൂപപീഠം മനുഷ്യനിർമ്മിതമാണ്, അവിടുത്തെ പുക മനുഷ്യനിർമ്മിതമാണ്, അവിടുത്തെ വെളിച്ചം മനുഷ്യനിർമ്മിതമാണ്. ഇതെല്ലാം മാനുഷികമായ നിർമ്മിതിയിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവര് എല്ലാ ദിവസവും പുരോഹിതന്മാര് ധൂപം കത്തിക്കേണ്ടതിന്, വിളക്ക് കത്തിക്കേണ്ടതിന്, ധൂപവർഗ്ഗങ്ങൾ ഇടേണ്ടതിന് എല്ലാ ദിവസവും പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യും. അപ്പോഴവിടെ എല്ലാ ദിവസവും ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അവിടെ മാറ്റങ്ങളുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങനെ പുരോഹിതന് എല്ലാ ദിവസവും കയറി ചെല്ലുവാനുള്ള അനുവാദമില്ല. അവിടെ മറ്റു വിളക്കുകളില്ല, അവിടെ ധൂപപീഠമില്ല, അവിടെ അപ്പത്തിന്റെ മേശയില്ല. അവിടെ കാണുന്ന ഒറ്റ കാര്യം ഇതുള്ളൂ, നിയമപ്പെട്ടകം, അതായത് കൃപാസനം മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ ആ കൃപാസനത്തിലേക്ക് അവിടെ യോഗ്യതയില്ലാതെ ഒരു മഹാപുരോഹിതന് പ്രവേശിക്കാൻ സാധ്യമല്ല. മഹാപുരോഹിതന് പ്രവേശിക്കാൻ വർഷത്തിലൊരിക്കൽ അനുവാദം ഉണ്ടെങ്കിൽ പോലും യോഗ്യതയില്ലാതെ പ്രവേശിക്കാൻ സാധ്യമല്ല. യോഗ്യതയോടെ വേണം, രക്തത്തോടുകൂടെ വേണം അതിനുള്ളിൽ പ്രവേശിക്കാനായിട്ട്. അയോഗ്യമായി പ്രവേശിക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അതിന് ദൈവിക ന്യായവിധി അതിന് മേൽ സംഭവിക്കുകയും അവിടെ ആ വ്യക്തി മരിച്ചു വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരെയിൽ കെട്ടുമായിട്ടാണ് കയറുന്നത്, അതിനകത്ത് മറ്റാർക്കും കയറാനും അനുവാദമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാകാരത്തിന് ഗേറ്റ് ആണ് വാതില്, എന്നാൽ വിശുദ്ധ സ്ഥലത്തിന് ഗേറ്റ്, വാതിലുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തിന് തിരശീലയാണ് മറയായിട്ട് നിൽക്കുന്നത്. അപ്പോഴവിടെ പുരോഹിതൻ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല, മഹാപുരോഹിതന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയൂ. നമുക്കറിയാം. എന്നാൽ പുരോഹിതന് എപ്പോഴും അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട്. പ്രവേശിക്കാം. അവിടെ ധൂപപീഠങ്ങള്, അവിടെയുള്ള വിളക്കുകള്, അതുപോലെ തന്നെ കാഴ്ചയപ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് മനുഷ്യന്റെ ജീവിതത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ദേഹം, ദേഹി, ആത്മാവ്, ശരീരവും മനസ്സും ആത്മാവും, ഇതിനെ കാണിക്കുന്നതാണ് ഈ ദേവാലയം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കുറിക്കുന്നതാണ്. അപ്പൊ അവിടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 2 കാര്യങ്ങൾ. ഒന്ന്, എണ്ണ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണ അവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ധൂപപീഠത്തിലിടുന്ന ധൂപവർഗ്ഗങ്ങളും അത് പുകയുന്നു, അതിന്റെ രൂപം മാറുന്നു. അപ്പത്തിന്റെ രൂപം മാറുന്നില്ല, അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ എല്ലാ ആഴ്ചയും അതിനെ അവിടുന്ന് എടുത്തു മാറ്റി പുതിയ അപ്പം അവിടെ കൊണ്ടുവയ്ക്കുന്നു, പുളിപ്പില്ലാത്ത അപ്പം. അപ്പോഴിത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്നതാണ്, നമ്മുടെ ചിന്തകളെ, ഹൃദയത്തെ കാണിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് അവൻ്റെതായ നിലയിൽ മാനുഷികമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന ആ വെളിച്ചം, മാനുഷികമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ പുകയും, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ മനുഷ്യനിർമ്മിതമായ അപ്പം, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ കാണിക്കുന്നതാണ്. അത് നമ്മുടെ ദേഹി, ഇവിടെ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തമായിട്ടുള്ള ചിന്തകൾ, സ്വന്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് അല്പനേരത്തേക്ക് ചില കാര്യങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ അതിനെ വെളിപ്പെടുത്തുന്നതാണ് ആ കാണുന്ന വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാക്കാൻ നിശ്ചയമായിട്ടും സാധിക്കും, നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കും. അവിടുത്തെ ആ ധൂപപീഠത്തിലെ പുക വീഴുകയും അവിടെ നല്ല സുഗന്ധം നിലനിൽക്കുകയും ചെയ്യുന്നത് അത് നിശ്ചയമായിട്ടും മാനുഷികമായ ചില ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ കയ്യിലെ പണത്തിന് സാധിക്കും, നമ്മുടെ കഴിവുകൾക്ക് അത് സാധിക്കും, നമ്മുടെ ബന്ധങ്ങൾക്ക് അത് സാധിക്കും, നമുക്ക് ഈ ഭൗതികമായി അവകാശപ്പെടാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് താൽക്കാലികമായിട്ടുള്ള ചില സന്തോഷങ്ങൾ തരുവാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇവിടെ അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. എന്താ? ധൂപപീഠമുണ്ട്, വിളക്കുണ്ട്, അതുപോലെ കാഴ്ചയപ്പത്തിന് മേശയുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ഈ 3 കാര്യങ്ങളെ വെളിച്ചമായിട്ടും സുഗന്ധമായിട്ടും അപ്പമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, പ്രകാശം പരത്താനായിട്ട് നമുക്ക് നിശ്ചയമായിട്ടും നമ്മുടെ അകത്തെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ട്, നമ്മൾ ഈ ഭൗതികമായി നേടുന്ന ചില വിഷയങ്ങൾ കൊണ്ട് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ചിന്തിച്ചു നോക്കുക, ഈ പ്രാകാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണിതെല്ലാം. പ്രാകാരത്തിൽ നിന്ന് വരുന്നതാണിതെല്ലാം. അതായത് നമുക്ക് അവിടുത്തെ പ്രകാശമാകട്ടെ പ്രാകാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതായത് പൊതുവായ മനുഷ്യൻ കൊണ്ടുവരുന്നതാണ്. അവരിൽ നിന്നാണ് പുരോഹിതൻ ഇത് വാങ്ങി അകത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ കാഴ്ചയപ്പം അതുപോലെ തന്നെയാണ് ധൂപപീഠത്തിലുള്ള ധൂപവർഗ്ഗങ്ങൾ എല്ലാം മാനുഷികമായിട്ടുള്ള ക്രമീകരണങ്ങളാൽ ചെയ്യപ്പെടുന്നതാണ്. അതെല്ലാം അവിടെ പ്രാകാരവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് വിശുദ്ധ സ്ഥലം. അപ്പോൾ മനുഷ്യനിൽ നിന്ന് പുറമേ നിന്ന് പ്രാപിക്കുന്നതിനെ അകത്തു കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കുന്നു, പുറമേ നിന്ന് പ്രാപിക്കുന്നതിനെ അകത്തുകൊണ്ട് സുഗന്ധമാക്കുന്നു, പുറമേ നിന്ന് പ്രാപിക്കുന്നതിനെ അകത്തുകൊണ്ട് വെക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ കുറിക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ശാരീരികമായുള്ള നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രാപ്തി, നമ്മുടെ ബന്ധങ്ങൾ, ഇവയൊക്കെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സിനകത്ത് സമാധാനം തരുവാനും സന്തോഷം തരുവാനും താൽക്കാലികമായി ചില സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും താൽക്കാലികമായിട്ട് ഒരു ബോൾനെസ് ഉണ്ടാകാനും ഒക്കെ അത് കാരണമായിട്ട് മാറാറുണ്ട്, അല്ലേ? നല്ലപോലെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലപോലെ പഠിച്ചു, നല്ലൊരു സ്ഥാനത്തിൽ, നല്ലൊരു ഒരു ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഒരു PhD ഒക്കെ എന്നിരിക്കുമ്പോൾ ക്വാളിഫൈഡ് ആകുമ്പോൾ അവർക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചില പരിശീലനങ്ങളിൽ വളരെ നന്നായിട്ട് മികവുള്ളവരായി നിലയിൽ അത് പൂർത്തീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവർക്കൊരു ആത്മാഭിമാനം തോന്നാറുണ്ട്. അവർക്ക് വലിയ സന്തോഷം തോന്നും. ഞാനിതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഡോക്ടർ MBBS പഠിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പഠിച്ചു തീരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് കഴിയും, എനിക്ക് അവരെ ചികിത്സിക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഇത് പ്രാകാരത്തിൽ നിന്ന് വരുന്ന, പൊതുസ്ഥലത്ത് നിന്ന് വരുന്ന, കോമൺ പ്ലേസിൽ നിന്ന് വരുന്നതാണ് ഈ പ്രകാശം, സുഗന്ധം, അപ്പം. അതൊക്കെയും അവിടെ ആ സ്ഥലത്തിന് പ്രാധാന്യം നൽകുന്നവയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ തരാനായിട്ട് അവയ്ക്ക് സാധ്യമാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് കഴിയും, നമ്മുടെ പരിശീലനങ്ങൾക്ക് കഴിയും, നമ്മുടെ കുടുംബ മഹിമയ്ക്ക് കഴിയും, നമ്മുടെ പണത്തിന് കഴിയും, ഒക്കെ സാധ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ വ്യത്യസ്തമാണ്. അതായത് അവിടെ ശബ്ദമില്ല, നിശബ്ദതയാണ്. അവിടെ പ്രകാശമില്ല, അവിടെ പ്രത്യേക സുഗന്ധമൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ള ഏക കാര്യം എന്ന് പറയുന്നത് കൃപാസനമാണ്. നിയമപ്പെട്ടകവും കൃപാസനമാണ്. കരൂബുകൾ മുഖാമുഖം നിൽക്കുന്ന കരൂബുകളുടെ കവറോട് കൂടിയതായ പെട്ടകവും പെട്ടകത്തിനകത്തിരിക്കുന്ന കൽപ്പലകയും, ഇത് മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ പ്രാകാരമോ വിശുദ്ധ സ്ഥലമോ അല്ല ഈ സമാഗമന കൂടാരത്തിന്റെ കേന്ദ്രം. ഈ സമാഗമന കൂടാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെ ശബ്ദമില്ല, അവിടെ സുഗന്ധമില്ല, അവിടെ പ്രത്യേക സുഗന്ധങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ അപ്പം ഇരിപ്പില്ല, ഒന്നുമില്ല. മനുഷ്യ നിർമ്മിതമായ ഒന്നും അവിടെ ഇല്ല. പക്ഷേ ആ സ്ഥലമാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. മനുഷ്യൻ അവിടെ അന്യാഗ്നി കൊണ്ടുപോകാൻ, വേറെ ഒരു വെളിച്ചവുമായിട്ട് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല, വേറൊരു സുഗന്ധവുമായിട്ട് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങോട്ട് പോകുന്നത് രക്തവുമായിട്ട് പോകുന്നു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായിട്ട് പ്രവേശിക്കുന്നു. അവിടെ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവിടെ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഹല്ലേലൂയ, രക്തം കൃപാസനത്തിലേക്ക് തളിക്കുമ്പോൾ ദൈവികമായ ഇടപെടലിൽ ദൈവമഹത്വം അവിടെ ഇറങ്ങി വരുന്നു. ദൈവം പ്രസാദിക്കുന്നു, ജനത്തോട് ദൈവം പ്രസാദിക്കുന്നു, ദൈവജനത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ മഹാപുരോഹിതൻ ജനത്തോട് എന്ന് പറയുന്നു. അവിടെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം അതിവിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റാണ്. എപ്പോഴാണോ സ്പിരിറ്റ്, ഹല്ലേലൂയ, നമ്മുടെ ആത്മാവ്, ആമേൻ,
ഉത്സാഹത്തോടെ, ആക്റ്റീവായിട്ട്, ജീവനോടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്, ആമേൻ, അവിടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായി ആരോഗ്യത്തോടെയും ദൈവശക്തിയോടെയും നിൽക്കുവാനിടയാകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അതുകൊണ്ട് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് വളരെ പ്രാധാന്യമായി പറയുന്ന വാക്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നാം സ്പിരിച്വലി, നമ്മുടെ ആത്മാവിൽ നാം എത്രത്തോളം ശക്തരായി, ആത്മീകമായ വളർച്ചയിൽ, അല്ലെങ്കിൽ ദൈവിക ബോധം, ദൈവത്തോടുള്ള ആ ബന്ധം, ദൈവിക സാന്നിധ്യത്തെ നാം എത്രത്തോളം വിലയേറിയതായി കാണുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, നമ്മുടെ മനസ്സും ആമേൻ സാഹചര്യങ്ങളും സന്തോഷിക്കാൻ തുടങ്ങും. അതായത് ഞാൻ പറയാം, ഈ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്ന പ്രകാശത്തിനോ, പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്ന ധൂപവർഗങ്ങൾക്കോ, പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്ന അപ്പത്തിനോ ഒരു കാരണവശാലും നിലനിൽക്കുന്ന പ്രകാശം കൊടുക്കാനോ, നിലനിൽക്കുന്ന സുഗന്ധം കൊടുക്കാനോ, നിലനിൽക്കുന്ന നിലനിൽക്കുന്ന സംതൃപ്തി കൊടുക്കാനോ സാധ്യമല്ല. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തിൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്, ഹല്ലേലൂയ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സമൂലമായ മാറ്റം വരുത്താൻ കഴിയും. അവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിൽ അവിടെ ആര് മാത്രമാണ് വരുന്നത്? മഹാപുരോഹിതൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. യേശു ആരാണ്? മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണ്? മഹാപുരോഹിതന്റെ പ്രത്യേകത, ഹല്ലേലൂയ, രക്തവുമായിട്ട് ആണ്ടിലൊരിക്കൽ കൃപാസനത്തിലേക്ക് ചെല്ലാൻ പ്രാപ്തിയുള്ളവനാണ് മഹാപുരോഹിതൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ എത്രത്തോളം യേശുക്രിസ്തുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനോട് മാത്രം ചേർന്ന് നിൽക്കുന്നു, ഹല്ലേലൂയ, ദൈവാവബോധത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ, ഹല്ലേലൂയ, ദൈവമാണ്, കർത്താവിലാണ് എൻ്റെ മനസ്സിന്റെ സന്തോഷവും സുഖവും സമാധാനത്തിനെല്ലാം അടിസ്ഥാനം. എൻ്റെ കർത്താവാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് എല്ലാറ്റിനും കാരണം എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അവിടെ നിന്ന് പുറപ്പെടുന്ന കൃപയുണ്ടല്ലോ, അവിടെ നിന്ന് പുറപ്പെടുന്ന മഹത്വം, ആമേൻ, വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കിന്റെ ആമേൻ വെളിച്ചത്തെക്കാൾ, ധൂപപീഠത്തിന്റെ പുകയേക്കാൾ, അപ്പത്തിന്റെ ആമേൻ രുചിയേക്കാൾ ശക്തമേറിയതാണ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ, കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഹല്ലേലൂയ, നിങ്ങൾ വിശേഷതയുള്ളവരാകിയാൽ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില്, ഹല്ലേലൂയ, അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ അവസാനിക്കുന്നത്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ. അപ്പോ യഹൂദന്മാരുടെ ഏറ്റവും വിശേഷത എന്തായിരുന്നു? അവർക്കുണ്ടായിരുന്ന ന്യായപ്രമാണം. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങൾ ആരാണോ ദൈവത്തെ പിതാവായി കാണുന്നത്, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. എപ്പോഴാണോ നിങ്ങൾ ദൈവത്തെ പിതാവായി കാണുന്നത്, അവിടെയാണ് നിങ്ങളുടെ വിശേഷത ആരംഭിക്കുന്നത്. നിങ്ങളുടെ പിതാവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് കാണാൻ കഴിയുമോ? ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്താൻ സാധിക്കുമോ? ഹല്ലേലൂയ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചലനമില്ലാതിരുന്ന, ഹല്ലേലൂയ, ആമേൻ, ആ കൃപാസനം, അതെ, ഹല്ലേലൂയ, പ്രത്യേക സമയത്ത് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലത്ത് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നതോടുകൂടെ ആ സ്ഥലത്ത് ചലനമായി തുടങ്ങി. ഹല്ലേലൂയ, ആ സ്ഥലത്ത് ദൈവശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങും, ആ സ്ഥലത്ത് ദൈവമഹത്വം ഇറങ്ങും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്ന് നമുക്കുള്ള മഹാപുരോഹിതൻ അതെ അവിടെ തന്നെ നിൽപ്പുണ്ട്, രക്തമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഹല്ലേലൂയ, നമ്മുടെ ധൈര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ ഇവിടെ നിന്ന് കൊടുത്തുവിടുന്ന യാഗങ്ങളല്ല, ഞാൻ ഇവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒന്നല്ല, അവൻ തന്റെ സ്വന്തം രക്തത്താൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ, ധൂപപീഠത്തിൽ ഞാനിട്ട ധൂപവർഗ്ഗങ്ങളല്ല, ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുത്തതായ ആമേൻ എണ്ണയല്ല ഇപ്പോൾ എനിക്ക് വേണ്ടി
പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത അപ്പമല്ല ഇവിടെ എന്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നത്. അവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പറയട്ടെ, ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ചലനമില്ലാതിരിക്കുന്ന മേഖലകളിൽ ഇന്ന് ഈ മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ, അതെ ഹല്ലേലൂയ, ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത്, സുഗന്ധമില്ലാത്ത സ്ഥലത്ത്, സംതൃപ്തിയില്ലാത്ത സ്ഥലത്ത് ഈ മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ, അതെ, ഇന്നുവരെ ഇല്ലാത്ത ചലനം, ഇതുവരെയും ഹല്ലേലൂയ പ്രാകാരത്തിലെ ശബ്ദ കോലാഹലങ്ങൾ, വിശുദ്ധ സ്ഥലത്തുള്ള വെളിച്ചവും അവിടുള്ള ധൂപവും അവിടുള്ള പുകയുമാണ് നമ്മൾ ആകർഷിച്ചിരുന്നെങ്കിലും ഇല്ല, അതിനപ്പുറമായി ഇതിനെല്ലാം അതീതമായി തരാൻ കഴിയുന്ന, വിടുതൽ തരാൻ കഴിയുന്ന, അത്ഭുതം ചെയ്യാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവമഹത്വം എന്നിറങ്ങുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലൊന്ന് ഹല്ലേലൂയ ഒന്ന് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് നമ്മളെ തന്നെ ആത്മാവിലും തിരിച്ചറിയാൻ സാധിക്കുമോ? യേശുക്രിസ്തുവിനെ ആത്മാവിലും തിരിച്ചറിയാൻ സാധിക്കുമോ? അവിടെയാണ് 1 കൊരിന്ത്യർ ലേഖനം 6-17 വാക്യത്തിൽ പറഞ്ഞതുപോലെ, കർത്താവിനോട് പരിചരിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാ. ആ ഏകാത്മാവാ വണ്ണസ് വരുന്നില്ലേ? അവിടെയാണ് നിങ്ങളുടെ സൗഖ്യം, അവിടെയാണ് നിങ്ങളുടെ സന്തോഷം, അവിടെയാണ് നമ്മുടെ വിടുതൽ. ധൂപവർഗത്തിന്റെ ഹല്ലേലൂയ പുകയല്ല, ആ ബന്ധം, ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ വരുന്ന സുഗന്ധം, ഹല്ലേലൂയ, ആ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം, കർത്താവാകുന്ന അപ്പം, അവനെ ഭക്ഷിക്കുമ്പോൾ വചനത്താൽ ലഭിക്കുന്ന തൃപ്തി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇത് പ്രാപിക്കാനായിട്ട് ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ മഹാപുരോഹിതനാകുന്ന യേശുവിനെ വിശ്വസിക്കുക, ആ ക്രിസ്തുവിലായി തീരുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ദിവസമായി മാറും. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ മാറ്റുവാനായിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസത്തിന് കഴിയും, നിങ്ങളുടെ തിരിച്ചറിവിന് കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, എന്നെ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളിലും ഭാരങ്ങളിലൂടെ പോകുന്നവരെന്നെ കാണുന്നെങ്കിൽ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിന് അവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷം തന്നെ കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം അവരുടെ അകത്തേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ വലിയ സ്വസ്ഥത അയക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ മാറട്ടെ. അവരുടെ ഹൃദയത്തിന്റെ നാളെയെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് കർത്താവേ, വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, സാമ്പത്തികമായ വലിയ ബാധ്യതകൾ, ഹല്ലേലൂയ, പല കാര്യങ്ങളെ ഓർത്ത് ഭീതിയോടെ ആയിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ, ആ മഹാപുരോഹിതന്റെ ഹല്ലേലൂയ സാന്നിധ്യം അവരുടെ ജീവിതത്തില്, ഹല്ലേലൂയ, ആ കൃപാസനത്തിന്റെ വെളിച്ചം, ആ കൃപാസനത്തിന്റെ സുഗന്ധം, ആ കൃപാസനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്ന അത്ഭുത വിടുതലുകൾ ഇപ്പോൾ തന്നെ അവരിൽ വെളിപ്പെടുമാറാകട്ടെ. എല്ലാ ഭാരങ്ങളെയും, എല്ലാ നിരാശകളെയും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിന്റെ അധികാരത്തോട് കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പദവിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. അതേ കർത്താവേ, എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായി, വിടുവിക്കുവാൻ ശക്തനായി, ഇപ്പോൾ തന്നെ നാഥ, അത്ഭുതകരമായി ഹല്ലേലൂയ, അവിടുന്ന് അവരുടെ ഭവനങ്ങളിൽ, അവരുടെ വാഹനത്തിൽ, അവരിപ്പോൾ എവിടെയായിരിക്കുന്നു, നിങ്ങളുടെ മഹത്തോടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പൂർണ്ണ വിടുതൽ അവർ അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. മനുഷ്യന്റെ സാന്നിധ്യത്തിനും മനുഷ്യന്റെ വാക്കുകൾക്കും മനുഷ്യന്റെ പ്രവൃത്തിക്കൊക്കെ നമുക്ക് അല്പ സമാധാനവും സന്തോഷമൊക്കെ തരാൻ സാധിക്കും. എന്നാൽ കർത്താവിലൂടെ ലഭിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനെ പ്രാപിച്ചതിൽ വളരാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.